രാധേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വൃന്ദാവന യാത്രയ്ക്കിടയിൽ എനിക്ക് ലഭിച്ച ഒരു മനോഹരമായ അനുഭവമാണ്. അതൊരു അത്ഭുതമാണോ അല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സാധാരണ ഭക്തിയായി എനിക്ക് അത് രാധാറാണിയുടെ അപാരമായൊരു കൃപയായി അനുഭവപ്പെട്ടു. വളരെ ചെറുപ്പം മുതൽ തന്നെ വൃന്ദാവനത്തിലേക്ക് പോകണം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ പല കാരണങ്ങളാലും അതിന് സാധിച്ചിരുന്നില്ല. പിന്നീട് കുറച്ചായി പണം സ്വരൂപിച്ച് ഒരുപാട് ആഗ്രഹത്തോടെ ഞങ്ങളുടെ 4 അംഗ കുടുംബം വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിച്ചു. ഞാൻ, എൻ്റെ അമ്മ, എൻ്റെ അനുജൻ, അച്ഛൻ. ഞങ്ങൾ 4 പേരായിരുന്നു. ഈ ഒരു യാത്ര എനിക്ക് വലിയൊരു ചെലവായിരുന്നു. പക്ഷേ നമ്മൾ സമ്പാദിക്കുന്നതൊക്കെ ഭഗവാന് വേണ്ടി ചെലവ് ചെയ്യാൻ തന്നെയല്ലേ. അതുകൊണ്ട് രാധാറാണിയുടെ ഒരു കൃപ കൊണ്ട് എല്ലാം സാധ്യമായി. ഫെബ്രുവരി ആദ്യവാരമായിരുന്നു ഞങ്ങൾ വൃന്ദാവനത്തിലെത്തിയത്. തണുപ്പ് പൂർണ്ണമായും മാറിയിരുന്നില്ല. ഒരു ദിവസം രാവിലെ ഞങ്ങൾ രാധാറാണിയുടെ ജന്മസ്ഥലമായ രാവൽ എന്ന ഒരു ഗ്രാമത്തിലേക്ക്, ആ ക്ഷേത്രത്തിലേക്ക് ചെന്നു. അവിടെ രാധാറാണി ഒരു ചെറിയ കുഞ്ഞു വാവയുടെ രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. രാധാറാണി പിറന്ന സ്ഥലമാണത്, രാവൽ. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഞങ്ങളെ കൊണ്ടുവന്ന ഗൈഡ് പറഞ്ഞു, ഒരു ചെറിയ വാവ കുഞ്ഞിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ വെറും കൈയോടെ പോകാൻ പറ്റില്ലല്ലോ. കുറച്ച് പൂക്കളും മധുര പലഹാരങ്ങളും ചെറിയ വസ്ത്രങ്ങളും അടങ്ങിയ താലി വാങ്ങിക്കൊണ്ടു പോകാം എന്ന് പറഞ്ഞു. അവിടെ അടുത്ത് നിറയെ ചെറിയ കടകൾ ഉണ്ടായിരുന്നു. അവിടെ ഇതേപോലെ താലികൾ, എല്ലാ വസ്തുക്കളും മംഗളവസ്തുക്കളുള്ള താലികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാം എന്ന് എനിക്ക് തോന്നി. ഇത് വളരെ മനോഹരമായ ഒരു ആചാരമാണല്ലോ, ഭാരതീയ സംസ്കാരമാണല്ലോ. അതുകൊണ്ട് ഞാനൊരു ചെറിയ താലി വാങ്ങി എൻ്റെ കൈകളിൽ പിടിച്ച് ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറി വന്നു. അമ്പലം എന്ന് പറയാൻ നമ്മുടെ ഈ ഒരു സൗത്ത് ഇന്ത്യ പോലെയല്ല. നോർത്ത് ഇന്ത്യൻ അമ്പലം എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു ഭംഗിയുണ്ടല്ലോ, അതുപോലെ ഉണ്ടായിരുന്നു. ചെറിയൊരു അമ്പലമായിരുന്നു. അന്ന് അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പൂജാരി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയതും കണ്ടത് രാധാകൃഷ്ണനെയും അതേപോലെ അടുത്ത് കുഞ്ഞു വാവ മുട്ടുകുത്തിയിരിക്കുന്ന ചെറിയ രാധാറാണിയാണ് കണ്ടത്. എനിക്ക് ഒരു ചെറിയ ശീലമുണ്ട്. ഞാൻ ചെറുപ്പം മുതൽ തന്നെ കർണാടക സംഗീതം അഭ്യസിച്ചതുകൊണ്ട് ഭഗവാൻ എനിക്കൊരു മധുരമായ സ്വരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശബ്ദം ഭഗവാന് തന്നെ സമർപ്പിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. എവിടെ ഏത് അമ്പലത്തിൽ പോയാലും ആ ഒരു ഭാവത്തോടെ ക്ഷേത്രങ്ങളിലൊക്കെ ഞാൻ കർണാടക സംഗീതത്തിൽ പഠിച്ച കൃതികൾ, ഭജനകളൊക്കെ പാടാറുണ്ട്. ഭഗവാന് പാടാറുണ്ട്. ആര് കേൾക്കണോ ഇല്ല അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല. ഭഗവാന് ഈ ഒരു ശബ്ദം സമർപ്പിക്കണം എന്നൊരു ഭാവം അതിൻ്റെ അമ്മ തന്നെയാണ് എനിക്ക് അങ്ങനെ വളർത്തി കൊണ്ടുവന്നത്. അങ്ങനെ രാധാറാണി അവിടെ തനിയെ ഏകാന്തമായിട്ട് രാധയും കൃഷ്ണനും അതേപോലെ കൊച്ചു രാധാറാണി ഉള്ളത് കണ്ടപ്പോൾ പാടണം എന്ന് തോന്നി. എന്തു പാടാമെന്ന് അങ്ങനെ ചിന്തിച്ചപ്പോൾ ഊത്തുകാട് വെങ്കടകവിയുടെ നിറയെ കീർത്തനങ്ങളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം. അതിൽ ഊത്തുകാട് വെങ്കടകവി എന്ന് പറയുന്ന കവി വന്ന് പണ്ടുകാലത്ത് വളരെ വിഖ്യാതനായൊരു ഭക്തനായിരുന്നു, ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു. അദ്ദേഹമാണ് അലൈപ്പായുതേ കണ്ണ എന്ന് പറഞ്ഞ വിഖ്യാതമായ കീർത്തനം രചിച്ചത്. ഇതേപോലെ കുറേ കീർത്തനങ്ങൾ. അപ്പൊ അദ്ദേഹം വൃന്ദാവന നിലയെ എന്ന് പറഞ്ഞ് രാധാറാണിയുടെ പേരിൽ ഒരു കീർത്തനം രചിച്ചിരുന്നു. വൃന്ദാവന നിലയേ രാധേ വൃന്ദാവന നിലയേ രാധേ വൃന്ദഹാരധര കൃഷ്ണ മനോഹരി നിന്ദിതേന്ദു മുഖബിംബ കലാധരി വൃന്ദാവന നിലയേ. ഇങ്ങനെയാണ് ആ കീർത്തനം. വളരെ മനോഹരമായ കീർത്തനം, വളരെ ഭംഗിയുള്ള പദങ്ങളുണ്ട് ഈ കീർത്തനത്തിൽ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ രാധാറാണിയല്ലേ അവിടെ ഉള്ളത്, അവിടെ മുഖ്യ രാധാറാണിയല്ലേ, രാധാറാണിയുടെ ജന്മസ്ഥാനമല്ലേ. അതുകൊണ്ട് ഈ കീർത്തനം ഞാൻ പാടാൻ തുടങ്ങി, കയ്യിൽ ഈ താലിയും വെച്ചോണ്ട്. വൃന്ദാവന നിലയേ രാധേ വൃന്ദാവന നിലയേ. ഇത് രീതി ഗൗള എന്ന രാഗത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ എനിക്ക് 2 മുഖ്യമായ സന്നിധികൾ കാണാൻ സാധിച്ചു. ഒന്ന് രാധാകൃഷ്ണൻ, രാധയും കൃഷ്ണനും ചേർന്നുള്ള യുഗള വിഗ്രഹവും അടുത്ത് കുഞ്ഞു രാധയും. അപ്പൊ ഞാൻ ഈ കുഞ്ഞു രാധേനെയും രാധാകൃഷ്ണമൂർത്തികളെയും കണ്ടുകൊണ്ടാണ് ഈ പാട്ട് പാടിക്കൊണ്ടിരുന്നത്. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു, രാധാകൃഷ്ണനായിട്ട് ഒരു മൂർത്തിയുണ്ട് ഞാൻ പറഞ്ഞല്ലോ. അവരുടെ കഴുത്തിൽ വലിയ വലിയ പുഷ്പമാണ് മാലകൾ അങ്ങനെ അണിയിച്ചിട്ടുണ്ടായിരുന്നു.
ആ മാലകളില് മകരന്തം കുടിക്കാൻ വേണ്ടി, തേൻ കുടിക്കാൻ വേണ്ടി വലിയ 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 തേനീച്ചകൾ ആ ഒരു സന്നിധിയിൽ എനിക്ക് കാണാൻ സാധിച്ചു. ഇതൊന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്ഭുതം തോന്നി. കാരണം ശ്രീമദ് ഭാഗവതത്തില് മഹാത്മാക്കളും യോഗിമാരും ഭഗവാന്റെ വനമാലയിലെ മകരന്തം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഭ്രമരൂപം സ്വീകരിച്ചിട്ട് ഭഗവാന്റെ മാലയിൽ പോയി മൊച്ചിരിക്കും എന്ന് പറഞ്ഞ് കുറേ പറയാറുണ്ട്. ഭഗവാൻ എപ്പോ ശ്രീമദ് ഭാഗവതത്തിൽ വരുന്നുണ്ടോ, അവതാരങ്ങളാകട്ടെ അല്ലെങ്കിൽ പ്രത്യക്ഷമായി വരുന്നതാകട്ടെ, ആ സന്ദർഭങ്ങളിലൊക്കെ ഭഗവാന്റെ കഴുത്തിലുള്ള വനമാലയും അതിൽ മൊച്ചിരിക്കുന്ന വലിയ വലിയ വണ്ടുകളെയും പറ്റി പറയാറുണ്ട് ശുകബ്രഹ്മർഷി. ഞാൻ ആ ഭാഗങ്ങൾ ആ സമയത്ത് ഓർത്തുപോയി. എത്ര സത്യമാണത്. അത് വൃന്ദാവനത്തിൽ വാസ്തവമായിട്ട് കാണാൻ പറ്റിയപ്പോൾ അതിശയം തോന്നിപ്പോയി. ഞാനിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെ അനുപല്ലവി വന്നു ആ കീർത്തനത്തില്. അതെന്താണെന്ന് വെച്ചാ, ശൃംഗാര രസോല്ലാസ ചതുരേ ശൃംഗാര രസോല്ലാസ ചതുരേ ശ്രീരംഗ കൃഷ്ണ വദനാംബുജ മധുപേ ശൃംഗാര രസോല്ലാസ ചതുരേ ശ്രീരംഗ കൃഷ്ണ വദനാംബുജ മധുപേ രാസമണ്ഡലमध्ये അതിതേജമംഗളനിത്യേ രാസമണ്ഡലमध्ये അതിതേജമംഗളനിത്യേ രതികോട്ടിസുന്ദരചിത്രേ നന്ദഗോപകുമാരചരിത്രേ ജനിതമകരन्दसुगन्धपरिमळकुसुमाकरललिते जनितमकरन्दसुगन्धपरिमळकुसुमाकरललिते वसुदेव देवकी नन्द मुकुन्द गोविन्द कलिङ्गनर्तन रसिके देव देवकी नन्द मुकुन्द गोविन्द कलिङ्गनर्तन रसिके तक्किट तत्थिमि तत्थिरि तच्छणुताम्. ഇങ്ങനെ ഈ കീർത്തനം പാടാൻ തുടങ്ങിയാൽ നിർത്താൻ പറ്റില്ല. വളരെ ഭംഗിയുള്ള ഒരു കീർത്തനമാണ്. അപ്പൊ ഇതിലിങ്ങനെ അനുപല്ലവി ഭാഗം ഇങ്ങനെ പാടിക്കൊണ്ട് വരികയാണ്. ആ ഒരു വരിയുടെ അർത്ഥം ഞാൻ പറയാം. ശൃംഗാര രസോല്ലാസ ചതുരേ, ശൃംഗാരം എന്ന് പറഞ്ഞ ആ ഒരു ഭക്തി മധുരഭാവത്തിലൂടെ ഇരിക്കുന്ന ആ ഭക്തിയിൽ ഉല്ലസിക്കുന്ന ചതുര, അതിലെ എല്ലാവിധമായ കാര്യങ്ങളും നല്ലോണം അറിഞ്ഞിട്ടുള്ള ഒരു പണ്ഡിത എന്ന് പറയാം രാധാറാണിയെ. ശ്രീരംഗകൃഷ്ണൻ, ശ്രീരംഗനാഥനായി അവതരിച്ച ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വദനാംബുജം, വദനം എന്ന് പറയുമ്പോൾ മുഖം, അംബുജം എന്ന് പറയുമ്പോൾ താമര, താമരയ്ക്ക് സദൃശമായ ഭഗവാന്റെ ആ മുഖം, അതിൽ നിന്ന് ഇങ്ങനെ മകരന്ദ ഒഴുകുമ്പോൾ അത് കുടിക്കാൻ വേണ്ടി ഒരു വണ്ടുപോലെ ആ താമര പോലെ ഇരിക്കുന്ന മുഖത്തിൽ വന്നിരിക്കുന്നവൾ എന്നൊരർത്ഥം. ഭഗവാന്റെ മുഖത്തിൽ നിന്ന് സൗന്ദര്യം ഇങ്ങനെ വാർന്നൊഴുകുന്ന സമയത്ത് അത് രസിക്കുന്നവൾ, അത് കുടിക്കുന്നവളാണോ എന്ന് തോന്നുന്ന പോലെ ഒരു മധുപരൂപത്തിലുള്ളവൾ എന്നാണ് കവി ഇവിടെ പറയുന്നത്. രാസമണ്ഡലത്തില് അത്യധികമായിട്ട് ശോഭിക്കുന്നവൾ, രതികോടി സുന്ദര ചിത്രേ, കാമദേവൻ രതിദേവി എന്നിവരാണ് ഏറ്റവും സുന്ദരമായ ദേവതകൾ. അതില് രതി, ആ രതി കോടി രതി ഇങ്ങനെ മുമ്പിൽ വന്ന് നിന്നാ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടാവും രാധാറാണി. കോടി രതികൾക്ക് പോലും രാധാറാണിയുടെ ഒരു അഴകിനെ എന്താ പറയുക തരണം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ പോലെ വളരെ ഭംഗിയുള്ള ഒരു കീർത്തനമാണ്. ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, രാധാകൃഷ്ണന്മാരുടെ മാലയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ തേനീച്ച അതിങ്ങനെ പറന്നുകൊണ്ട് വരികയാണ് എൻ്റെ അടുത്ത്. ഞാൻ ഈ താലം വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. താലത്തിൽ വന്ന് 2 പനിനീർ പൂക്കൾ, ഈ റോസ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, അതിലിങ്ങനെ വന്നിരിക്കാൻ വരികയാണ് വലിയ വണ്ട്. ഒരു നിമിഷം ഞാൻ ഭയപ്പെട്ടു, കാരണം വലിയ വണ്ടാണ് കേട്ടോ. നമ്മൾ പോരാതെ ഇത് വന്ന് രാധാറാണിക്ക് സമർപ്പിക്കാനുള്ള ഒരു പുഷ്പമാണല്ലോ, പൂജാദ്രവ്യങ്ങളാണല്ലോ, ഇതിൽ തേനീച്ച വന്നിരുന്നെങ്കിൽ അത് അശുദ്ധമാവല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ചെറുതായിട്ടൊന്ന് ഓടിക്കാൻ കൈകൊണ്ട് ഇങ്ങനെ തട്ടാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് പേടി അത് കുത്തുവോ എന്ന്. പക്ഷെ എനിക്ക് സംഗീതത്തിലും ഫുൾ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇതിൽ ശ്രദ്ധിച്ചാൽ എൻ്റെ വരികൾ മാറിപ്പോവും, രാഗത്തിൽ ലോപം ഏർപ്പെടും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആ ശ്രമം വിട്ടു. അവസാനം എന്തായി, തേനീച്ച ജയിച്ചു. അത് വന്ന് താലത്തിലിരുന്ന് ചെറിയ റോസാപ്പൂവിൽ നിന്ന് അത് കുറച്ച് മകരന്തം കുടിച്ചു, തേൻ കുടിച്ചു. കുറച്ചു നേരം അതിൻ്റെ മേലെ ഇരുന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറയട്ടെ. അതിനുശേഷം നടന്നതാണ്. പിന്നീട് ശാന്തമായിട്ട് അത്
മെല്ലെ ഇങ്ങനെ പറന്ന് നേരെ പോയത് എവിടേക്കറിയോ, രാധാകൃഷ്ണന്മാരുടെ അടുത്ത്. അവിടെ ആ വിഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, യുഗള വിഗ്രഹം, ആ രാധയുടെയും കൃഷ്ണന്റെയും ചരണത്തിൽ പോയിരുന്നു. ആ ഒരു മാല ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരിട്ടിരിക്കുന്ന വനമാല, അതിൻ്റെ താഴെ ഇരിക്കുന്ന പൂവിൽ പോയിരുന്നു. ഇത് പറയുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ഒരു രോമാഞ്ചം ഉണ്ടാവുകയാണ്. എന്താ പറയുക, ആ നിമിഷം എനിക്ക് ഒരു എന്താ പറയുക, അത്ഭുതമായ ഒരു അനുഭവമായിരുന്നു. അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ നമുക്ക് സാധിക്കില്ല. അവിടെ പൂജാരി ഉണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണമായി പൂജാരി വന്നിട്ടാണല്ലോ നമ്മുടെ അടുത്തുനിന്ന് താലി വാങ്ങിച്ച് ഭഗവാന് സമർപ്പിക്കുന്നത്. പക്ഷെ ആ ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇത് നടക്കുമോ നടക്കില്ലേ, ഈ ഒരു താലി ഞാൻ അവിടെ ചുമ്മാ വെച്ചിട്ട് പോകണോ, രാധാറാണി സ്വീകരിക്കുകയോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഇരുന്നത്. ആ സമയത്ത് ഈ വണ്ട് വന്ന് ഇതിലിരുന്ന് അങ്ങോട്ട് പോയിരുന്നപ്പോഴും എനിക്ക് എന്താ പറയുക, രാധാറാണി തന്നെ സ്വയം സ്വീകരിച്ച പോലെ. അതും ആ വരിയും, സംഗീതത്തില് കീർത്തനത്തില് വരുന്ന വരി, ശ്രീരംഗ കൃഷ്ണന്റെ വദനാംബുജത്തിൽ നിന്നും ആ മധു ഉണ്ണുന്ന മധുപ, വണ്ടിന്റെ സ്വരൂപത്തിൽ രാധാറാണീനെ ഇങ്ങനെ വർണ്ണിക്കുന്നു അവര്. അതേപോലെ ഇവിടെ സംഭവിക്കുകയും ചെയ്തു. എനിക്ക് ഉണ്ടായ അനുഭവം ആ ദിവസം എന്തോ എൻ്റെ ചെറിയ പുഷ്പാർച്ചന രാധാറാണി സ്വയം സ്വീകരിച്ചതുപോലെയായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത്. അതൊരു അത്ഭുതമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു സാധാരണ പ്രകൃതി ദൃശ്യമായിരിക്കാം ചിലപ്പോൾ, എനിക്കറിയില്ല. പക്ഷെ ഒരു ഭക്തിയുടെ ഹൃദയത്തിൽ, ഒരു ഭക്തന്റെ ദൃഷ്ടിയായി നമ്മൾ ഇത് കാണുമ്പോൾ അത് രാധാറാണിയുടെ ഒരു കരുണാമൃതം പോലെ തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പാടുന്നത് കേട്ട് പല ഭക്തരും പിന്നിൽ വന്ന് ഇരിക്കാൻ തുടങ്ങി. കർണാടക സംഗീതമല്ലേ, അപ്പം അത് നോർത്തിലെ ഹിന്ദുസ്ഥാനി എന്നാണല്ലോ പറയാറ്. അവരുടെ ശൈലി കുറച്ച് വ്യത്യാസമുണ്ടാവും. ഇതിപ്പോൾ ആരാ പാടുന്നതെന്ന് പറഞ്ഞ ഒരു കൗതുകത്തോടെ എല്ലാവരും വന്നിരുന്നു. പിന്നെ ആ പൂജാരി അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. സംഗീതം പാടി ഒരു ചരണം എത്തുമ്പോൾ തന്നെ പൂജാരി അവിടെ നിന്ന് വന്നു സംഗീതം കേട്ടിട്ട്. അദ്ദേഹം എൻ്റെ കയ്യിലിരുന്ന താലി ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അത് വാങ്ങിച്ച് ഭഗവാന് നൈവേദ്യം, അതിൽ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, രാധാറാണിക്ക് ഒരു വസ്ത്രമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ രാധാറാണീനെ ധരിപ്പിച്ച് വളരെ സന്തോഷമായി എനിക്ക്. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ചേർന്ന് അവിടെ രാധാകൃപാകടാക്ഷ സ്തോത്രം എന്ന് പറഞ്ഞൊരു മാം കൃപാകടാക്ഷഭാജനം നിതംബിംബലംബമാൻ പുഷ്പമേഖലാഗുണേ പ്രശസ്തരത്നകിങ്കിണി കലാപമധ്യമഞ്ജുളി കരീന്ദ്രശണ്ഡദണ്ഡികാവരോഹ സൗഭഗോരുകെ കഥാ കരിഷ്യസി മാം കൃപാകടാക്ഷഭാജനം. വിഖ്യാതമായ സ്തോത്രമുണ്ട്. രാധയുടെ കൃപാകടാക്ഷം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്തോത്രമാണ്. അത് ജപിച്ചു. ആ ഒരു പുണ്യസ്ഥാനത്തിൽ പരിക്രമണമൊക്കെ ചെയ്തു. രാധാറാണീനെ നമസ്കരിച്ചു. എന്തു ഭംഗിയാ അറിയോ, അവിടുത്തെ ലാഡ്ലി എന്നാണ് വിളിക്കാറ്. ലഡ്ഡു ഗോപാൽ എന്ന് പറഞ്ഞ മുട്ടുകുത്തിയിരിക്കുന്ന, കയ്യിൽ ലഡ്ഡുവും വെണ്ണയൊക്കെ പിടിച്ചിരിക്കുന്ന കൃഷ്ണൻ നമ്മുടെ എല്ലാവരുടെ ഗൃഹത്തിൽ നമ്മൾ പൂജിക്കാറുണ്ടല്ലോ. അതുപോലെ രാധാറാണി മുട്ടുകുത്തി ഇരുന്നിട്ടാണ് അവിടെ. വൃന്ദാവനത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വിലപ്പെട്ട ഓർമ്മകളിൽ ഒന്നാണ് ഈ ഒരു അനുഭവം. ഞാൻ വലിയൊരു ഭക്തയാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അതിനെനിക്ക് അർഹതയും ഇല്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ വിശ്വസിക്കുന്നു, രാധാറാണിയുടെ കൃപയില്ലാതെ നമുക്ക് വൃന്ദാവനം ഒരിക്കലും പോകാൻ സാധിക്കില്ല. ഞാൻ തന്നെ എത്ര ശ്രമിച്ചതാണ് ചെറിയ വയസ്സിൽ. പക്ഷേ അതിനെല്ലാത്തിനും ഒരു സമയമുണ്ട്, സത്യം. അതിനെല്ലാത്തിനും ഒരു സമയം, കാലം ഒക്കെ ഉണ്ട്. രാധാറാണിയുടെ ആ കടാക്ഷം നമ്മുടെ മേലെ വീഴുന്ന സമയത്ത് നമ്മൾക്ക് വൃന്ദാവനത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇവിടെയുള്ളവരെല്ലാവരും തന്നെ ഭക്തന്മാരാണെന്ന് എനിക്ക് മനസ്സിൽ തോന്നി. എല്ലാവരും ഗുരുവായൂരപ്പ ഭക്തന്മാരാണ്. അതുകൊണ്ട് ഒരു ചില കഥകൾ, അനുഭവങ്ങൾ ഇവയൊക്കെ ഇവിടെ പകരാമെന്ന് തോന്നി. നിങ്ങളും കുറേ പേര് വൃന്ദാവനത്തിൽ പോയവരുണ്ടാവും, എല്ലാവരും ഭക്തജനങ്ങളാണല്ലോ. അതുകൊണ്ട് നിങ്ങൾക്കും ഇതേപോലെ അദ്ഭുതമായ ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ വൃന്ദാവനത്തിൽ നിങ്ങൾ എന്തൊക്കെ കണ്ടു അതൊക്കെ വർണ്ണിക്കണം എന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ വാല്യുബിളായ കമൻസൊക്കെ ഈ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ഇടാവുന്നതാണ്. ഞാൻ എല്ലാം വായിക്കാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ